പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ആത്മനിറവിൻ്റെ നവയുഗം എന്ന പരമ്പരയിലെ 5ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത് നാം അറിയുകയും അനുവർത്തിക്കുകയും ചെയ്യേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, നാം അറിയുകയും അനുവർത്തിക്കുകയും ചെയ്യേണ്ടതും നമുക്ക് ആത്മസന്തോഷം പകരുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യുവതലമുറയ്ക്കും ശരിയായ ദിശാബോധം നൽകുന്നതിന് നമ്മെ സഹായിക്കുന്നതുമായ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത്. ഈ പരമ്പരയിലെ ആദ്യത്തെ 3 എപ്പിസോഡുകളിലായി ആത്മനിറവിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് എങ്ങനെ വളരാമെന്ന് വ്യക്തമാക്കി. കഴിഞ്ഞ എപ്പിസോഡിൽ ആത്മനിറവിൻ്റെ അനുഭവത്തിലേക്ക് വളരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ചില തടസ്സങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഈ എപ്പിസോഡിൽ നാം അറിയുകയും അനുവർത്തിക്കുകയും ചെയ്യേണ്ടതും നമ്മെ ആത്മസന്തോഷത്തിലേക്ക് നയിക്കുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യുവതലമുറയ്ക്കും ശരിയായ ദിശാബോധം നൽകുന്നതിന് നമ്മെ സഹായിക്കുന്നതുമായ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ഈ എപ്പിസോഡിൽ ധ്യാന വിഷയമാക്കുന്നത്. നമ്മുടെ കാലഘട്ടത്തിനും നമ്മുടെ വരും തലമുറയ്ക്കും അനുഗ്രഹ കാരണമാകുന്ന, വലിയ അനുഗ്രഹമായി മാറാവുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമതായി, ഹൃദയത്തിൽ ദൈവത്തിന് ഇടം നൽകുക. ഉള്ളിനുള്ളിൽ വസിക്കുന്ന ദൈവത്തോടുള്ള രഹസ്യ സംഭാഷണവും സ്നേഹസല്ലാപവും ശീലമാക്കി മാറ്റുക, ഒരു തഴക്കമാക്കി മാറ്റുക. രണ്ടാമതായി, നമ്മോടുകൂടെ ആയിരിക്കുന്ന, നമ്മുടെ ഇടയിലുള്ള ഇമ്മാനുവേലായ ദൈവത്തോട് ആത്മബന്ധം സ്ഥാപിക്കുക, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ്. ഇമ്മാനുവേലായ ദൈവത്തിൻ്റെ സാമീപ്യവും സംസർഗവും അനുഭവിച്ച് അങ്ങുമായുള്ള ആത്മബന്ധത്തിൽ വളരുക, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പിൽ വളരുക. മൂന്നാമതായി, എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ശീലം വളർത്തിയെടുക്കുക. നാലാമതായി, ഉള്ളിനുള്ളിലെ ദൈവസ്വരത്തിന് കാതോർക്കുക, ആത്മാവിൻ്റെ പ്രേരണകളെ തിരിച്ചറിയുക. അന്തരാത്മാവിനുള്ളിലെ മൗന ഹൃദയത്തില് ദൈവത്തിൻ്റെ മൃദുസ്വരം ശ്രവിക്കാൻ തക്ക വിധം ആന്തരിക മൗനം പാലിക്കുക. കർത്താവുമായുള്ള ആത്മബന്ധമുള്ളവർക്കേ മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും ഹൃദയ നിശബ്ദതയിൽ അവിടുത്തെ മൃദുസ്വരം കേൾക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ തിരക്കിട്ട ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് ആന്തരികമായ മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും നിമിഷങ്ങളും വേണം. ദൈവത്തോടൊത്ത് ചിലവഴിക്കാൻ, ദൈവത്തോട് ആലോചന ചോദിക്കാൻ, ദൈവത്തിൻ്റെ തിരുഹിതം അനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മെ സഹായിക്കുന്നതിലേറെ ഫലപ്രദമായി ഈ സാങ്കേതിക വിദ്യകളെ പോലും ശരിയായി വിനിയോഗിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് വഴിതെറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. അഞ്ചാമതായി, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ആത്മനാഥൻ്റെ ആശ്വാസ വചസ്സുകൾക്ക് ചെവി കൊടുത്ത് അവിടുത്തെ ദിവ്യ പ്രേരണകൾ, പ്രചോദനങ്ങൾ, ഉൾക്കാഴ്ചകൾ ഇവ ഏറ്റുവാങ്ങി തിരുഹിതമനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. വിശ്വാസപരമായ ജീവിതത്തിന് ശരിയായ അടിസ്ഥാനമിട്ട് അനുദിനം വിശ്വാസത്തിൽ വളരാൻ പരിശ്രമിക്കുക. ഈ 5 കാര്യങ്ങളോടൊപ്പം 3ാമത്തെ എപ്പിസോഡിൽ ആത്മനിറവിൻ്റെ നവയുഗത്തിലേക്ക് വളരാൻ നമ്മെ സഹായിക്കുന്ന പല കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി. അതിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ട് ആത്മനിറവിൻ്റെ ഒരു നവയുഗം സൃഷ്ടിക്കാൻ ദൈവത്തോടൊത്തു ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഒരുമയോടെ പരിശ്രമിക്കാം. ഒരു മനസ്സോടെ, ഒരു ലക്ഷ്യത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഒരു നവസമൂഹ സൃഷ്ടിക്ക് നമുക്ക് അടിസ്ഥാനമിടാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദ്യം മുതൽ എന്നേക്കും ആമേൻ.